ചെക്കൻ എപ്പോഴാണ് വയറുവേദന തുടങ്ങി? ഇപ്പൊ കുറച്ചു മുമ്പേ. എന്നിട്ട് ഡോക്ടറെ എടുത്തോണ്ടില്ലേ? ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അച്ഛൻ ആദ്യം ഇവിടെ എത്തിയില്ലോ, അത് മതി. അല്ലടി ഞാനും അനക്കറിഞ്ഞൂടെ, ഞാനും സത്യനൊത്ത കൂട്ടുകാരാന്ന് അവൻ വിളിച്ചപ്പോ ഞാൻ വയറുവേദന വെച്ചോണ്ടിരിക്കരുത്, കൊണ്ടുപോകണം ആശുപത്രിയിൽ. ഞങ്ങൾ പോയിട്ട് കാണിക്കും ഡോക്ടറെ. ഞങ്ങൾ പോയിട്ട് ആശുപത്രി കൊണ്ടുപോകും. അത് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാ. ഇവിടെ വന്നോട്ട് ഇതൊക്കെ കാണാലോ. ഇത് മാർക്ക് കുറഞ്ഞവർക്കും ഈ ചെറുതുണ്ടേ, ചെറിയ ഇതുണ്ട്, ചെറുത് കിട്ടും, കൊണ്ടുവരാറുന്നു. സന്തോഷം. സുഗതൻ മനസ്സിലായി. മീറ്റിംഗ് ആയിട്ട് കാണാം. പ്രിയമുള്ളവരെ, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മുഹമ്മദ് പ്യാരി സാറാണ്. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാപ്പ മൊയ്തു സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ പുതിയ MD നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിനെ ഞാൻ അതിനായി ക്ഷണിച്ചു പോകും. അച്ഛൻ്റെ കൂട്ടുകാരാ ഞങ്ങൾ. പറഞ്ഞോ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എൻ്റെ പേര് മുഹമ്മദ് പ്യാരി. ഞാൻ നിങ്ങൾക്ക് സുപരിചിതനല്ലെങ്കിലും എൻ്റെ വാപ്പ മത്തി മൊയ്തുവിനെ നിങ്ങൾ അറിയാതിരിക്കില്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തലച്ചുമടായി മത്സ്യക്കച്ചവടം നടത്തിയിരുന്ന മൊയ്തുവിൻ്റെ മകനാണ് ഞാൻ, പ്യാരി. ഞങ്ങൾ കുറേ വർഷങ്ങളായി ബിസിനസ്സും താമസമൊക്കെ ഷാർജയിലാണ്. ഞാൻ ചെറിയൊരു ബിസിനസ്സിലൂടെ തുടങ്ങി ഇന്നത് പടർന്നു പന്തലിച്ച് ലോകമാകെ ബ്രാഞ്ചുകളുള്ള ഒരു വലിയ സ്ഥാപനമായി വളരാൻ സാധിച്ചത് എൻ്റെ വാപ്പയുടെ ഉപദേശവും സപ്പോർട്ടുമൊക്കെ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വാപ്പയുടെ സുഹൃത്തുക്കളും സഹപാഠികളും അയൽക്കാരുമൊക്കെയായ നിങ്ങൾ തൊഴിലെടുക്കുന്ന ഈ കമ്പനി നഷ്ടം മൂലം അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയപ്പോൾ ഈ കമ്പനി നമുക്ക് ഏറ്റെടുക്കണമെന്നും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തരുതെന്നും ശിഷ്ടകാലം നാട്ടിൽ നിങ്ങളോടൊപ്പമൊക്കെ ജീവിച്ചു മരിക്കണമെന്നൊക്കെയുള്ള വാപ്പയുടെ ഒരു ആഗ്രഹം നിറവേറ്റലാണ് ഞാൻ ഈ സ്ഥാപനം ഏറ്റെടുക്കാനുണ്ടായ പ്രധാന കാരണം.